ഇത്തിരി നേരം സിനിമ കണ്ടിട്ട് വരികയാണ്. അപ്പോൾ ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ പറയാം. ഞാൻ ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ പോയപ്പോൾ അവിടെ എനിക്കറിയുന്ന പരിചയക്കാർ ചിലർ ഈ സിനിമയ്ക്ക് മോശം അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അവർ ഉള്ള കാര്യം പറഞ്ഞു. അതേപോലെ ഞാൻ സിനിമാ തിയേറ്ററിൽ കയറിയപ്പോൾ ആകെ 5-6 പേരെ തിയേറ്ററിലുള്ളൂ. 5-6 പേരെ ആകെ വന്നിട്ടുള്ളൂ ഈ സിനിമയ്ക്ക്. അപ്പോൾ ഇതിന് മുമ്പൊരു ഷോ കളിച്ചിട്ടുണ്ടായിരുന്നു, അതിനുള്ള ആളുകളും കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവരിൽ നിന്നുള്ള അഭിപ്രായം അവിടെ ചിലർ പറഞ്ഞത് അത്ര സുഖമില്ല എന്നാണ് പറഞ്ഞതെന്ന് കേട്ടു. അതേപോലെ ഈ സിനിമയ്ക്ക് മറ്റ് സിനിമാ നിരൂപകർ, അതായത് സിനിമയുടെ റിവ്യൂ ചെയ്യുന്ന റിവ്യൂവർമാർ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാനതൊന്നും നോക്കാറില്ല. ഞാൻ സിനിമ കാണുമ്പോൾ എനിക്കത് എങ്ങനെയായിരുന്നോ അതങ്ങോട്ട് വെട്ടി തുറന്ന് ഞാൻ പറയും. അതാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഇന്ന് വരെയും ഈ ചാനലിൽ സംഭവിച്ചിട്ടുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. എൻ്റെ അഭിപ്രായം പറയുന്നതാണല്ലോ അതിൻ്റെ യാഥാർത്ഥ്യം. അല്ലാതെ മറ്റുള്ളവർ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ഞാനും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറേ വ്യൂസ് കിട്ടട്ടെ എന്ന അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ അതിന് നല്ല അഭിപ്രായം, മോശമാണെങ്കിൽ മോശം അഭിപ്രായം. ഇതാണ് എൻ്റെ രീതി. അപ്പോൾ ഇനി സിനിമ എങ്ങനെയായിരുന്നു എന്ന് പറയാം. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഈ സിനിമയ്ക്ക് ഞാൻ സാധാരണ പറയാറുണ്ട്, ഫാമിലി ആയിട്ട് പോയി ധൈര്യമായി ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയ മൂവിയാണ് ഇത് എന്നൊക്കെ ചിലതല്ല കുറേ സിനിമകൾക്ക് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്ക് നേർ വിപരീതമാണ് ഞാൻ പറയുന്നത്. ഫാമിലി ആയിട്ട് ഈ സിനിമയ്ക്ക് പോകാമെന്ന് ഒരിക്കലും എനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. കാരണം ഇതിലെ കഥാപാത്രങ്ങളൊക്കെ തന്നെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളാണ്, നെഗറ്റീവ് ഷെയ്ഡുള്ള സ്റ്റോറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും പോയി കാണാമെന്ന് പറയാനും പറ്റില്ല. അതേപോലെ എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്നും ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ സിനിമ തന്നെയാണ്. അതാദ്യമേ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇനി ഈ സിനിമയിലെ കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് വിശാഖ് ശക്തിയാണ്. പുള്ളി ഈ സിനിമയുടെ കഥ എഴുതിയതിലൂടെ ഒരു അസാധ്യ റിയാലിറ്റി സ്റ്റോറി റൈറ്ററാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അസാധ്യം റൈറ്റിംഗ് ആണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. കാരണം റിയാലിറ്റി പറഞ്ഞാൽ അങ്ങനെ റിയലായിട്ട് ആ കഥയെ പുള്ളി എഴുതിയിരിക്കുകയാണ്. ആ കാര്യം സമ്മതിക്കാതിരിക്കാൻ വയ്യ. അതേപോലെ തന്നെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന പ്രശാന്ത് വിജയ്, പുള്ളിയും ഒരു അസാധ്യ റിയാലിറ്റി മേക്കറാണ്, ഡയറക്ടറാണെന്ന് ഈ സിനിമയുടെ ഡയറക്ഷനിലൂടെ പുള്ളി തെളിയിച്ചിരിക്കുകയാണ്. അതെനിക്ക് ഒരിക്കലും അംഗീകരിക്കാതിരിക്കാൻ വയ്യ. ഈ സിനിമ തുടങ്ങിയത് മുതൽ അവസാനം വരെയും എനിക്ക് എവിടെയും ബോറടിച്ചിട്ടില്ല, എവിടെയും ലാഗ് തോന്നിയിട്ടില്ല. ഇനി എന്താകും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അതേപോലെ ഇനി കഥാപാത്രങ്ങളിലേക്ക് വരാം. ഇതിൽ റോഷൻ മാത്യു, പുള്ളിയുടെ കഥാപാത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഇതിനു മുമ്പ് പുള്ളിയുടെ സിനിമകൾ കുറച്ച് കണ്ടിട്ടുണ്ട്. ചില സിനിമകൾ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. അതിലൊന്നും വലിയ ക്യാരക്ടർ പുള്ളി ചെയ്തതായിട്ട് ഞാൻ കണ്ട സിനിമകളുടെ കാര്യമാണ് പറയുന്നത്. അതിലൊന്നും വലിയ, ഇപ്പോൾ റോന്ത് മൂവി, അതിൽ തന്നെ ദിലീഷ് പോത്തനാണ് ഗംഭീരമാക്കിയത്. റോഷൻ മാത്യു കുഴപ്പമില്ലായിരുന്നു, എന്നാലും വലിയ ലെവലുള്ള കഥാപാത്രം അല്ല അതിലുള്ളത്. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല. റോഷൻ മാത്യുവിന് കൊടുത്ത ആ കഥാപാത്രത്തെ പുള്ളി അങ്ങനെ ഒരു രൂപമാക്കി ഉണ്ടാക്കി നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തന്നിരിക്കുകയാണ്. പുള്ളി നന്നായിട്ട്, വളരെ മനോഹരമായിട്ട്, റിയലായിട്ട് ആ കഥാപാത്രത്തെ ചെയ്തിരിക്കുകയാണ്. എനിക്ക് സിനിമയിൽ റോഷൻ മാത്യുവിൻ്റെ കഥാപാത്രം, പുള്ളിയുടെ അഭിനയം എനിക്ക് നന്നായി ഇഷ്ടമായി. ഒന്ന്. രണ്ടാമത്തെ കഥാപാത്രം, ഇതിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചിരിക്കുന്ന സെറിൻ ഷിഹാബ്, അഞ്ജന എന്ന കഥാപാത്രത്തെ അങ്ങനെ അങ്ങോട്ട് അസാധ്യമായിട്ട് അഭിനയിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. പുള്ളിക്ക് കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ ചെയ്യാണ്ട്. കക്ഷി മദ്യപിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമ്പോഴും ആ സിഗരറ്റ് വലിച്ചിട്ട് ആ ഒരു പഫ് പുറത്തേക്ക് വിടുമ്പോഴും ആ കഥാപാത്രത്തിലുള്ള ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഡയലോഗ് ഡെലിവറി, അസാധ്യ ഡയലോഗ് ഡെലിവറിയാണ്. ആ റിയാലിറ്റി അങ്ങനെ ആ കഥാപാത്രം ഒരു പ്രണയിനിയായിട്ടാണ് അവർ ഇതിൽ അഭിനയിച്ചിട്ട്. അത് എങ്ങനത്തെ പ്രണയിനി എന്നൊക്കെ നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലായിക്കോളൂ.
നന്നായിട്ട് സെറിൻ ഷിഹാബ് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു നടിയാണെന്ന് അവരിതിൽ തെളിയിച്ചിരിക്കുകയാണ്. അതേപോലെ റോഷൻ മാത്യു. പിന്നെ അടുത്ത കഥാപാത്രം നന്ദു ആണ്, രാജൻ കുന്നുകുഴി എന്ന കഥാപാത്രം. അത് അങ്ങേരിതിൽ ഇവർക്ക് ഒരു കൂട്ടായിട്ട് ഒരു സഹനടനായിട്ട് നല്ല സ്ട്രോങ് ഉള്ള കഥാപാത്രമായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആനന്ദ് മന്മഥൻ, ചഞ്ചൽ എന്ന കഥാപാത്രം. പുള്ളിയാണെങ്കിൽ പേര് പോലെ തന്നെ, ആ ചഞ്ചൽ എന്ന പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചഞ്ചലാണ് പുള്ളിയുടെ ഒരു വെടക്ക് സ്വഭാവം, പക്ഷേ അതേസമയം നല്ല സ്വഭാവം, അങ്ങനെയൊക്കെ ഉള്ള ഒരു കഥാപാത്രമായിട്ട് പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ 4 കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ അവരാണ് ഇതിൽ മെയിനായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ റിയാലിറ്റി അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ സിനിമയ്ക്ക് മറ്റുള്ളവരൊക്കെ മോശം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഞാനുള്ള കാര്യം പറയാമല്ലോ, ഈ കഥാപാത്രങ്ങൾ കണ്ടിട്ട് ഇവർക്ക് ആർക്കെങ്കിലും, ഇവർക്ക് പറഞ്ഞാൽ എന്താ പറഞ്ഞു വെച്ചിരിക്കുക എനിക്കറിയില്ല, മറ്റുള്ളവർക്ക് ഇതൊന്ന് റിയലായിട്ട് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾ ഈ സിനിമ കാണുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ചുറ്റും ഒന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ കഥാപാത്രങ്ങൾ തന്നെയാണ് ഉള്ളത്. ഒരു പക്ഷേ നിങ്ങളും ഇതേപോലത്തെ ഒരു കഥാപാത്രമായി പണ്ട് ഇരുന്നിട്ടുണ്ടാവാം. നെഗറ്റീവായിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്, പോസിറ്റീവായി ഇരുന്നുകൊണ്ട് തന്നെ നെഗറ്റീവ് അവസ്ഥയിൽ ഇരുന്നിട്ടുണ്ടാകാം. അപ്പോൾ ഈ സിനിമ ആർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ, ഒന്ന്, അസാധ്യ പ്രണയിച്ച് നടന്നിട്ട് അവസാനം തൻ്റേതല്ലാത്ത കാരണത്താൽ ആ പ്രണയം കുത്തുവാള എടുത്ത് പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ട് താടിയും മുടിയും വെച്ചവർക്ക് ഈ സിനിമ ഓക്കെ ആയിരിക്കും. രണ്ടാമത്തത്, തൻ്റേതല്ലാത്ത കാരണത്താൽ അസാധ്യ പ്രണയം ഉണ്ടായിരുന്നിട്ട് പിന്നീട് അത് പൊളിഞ്ഞാലും മാനസികാവസ്ഥയൊക്കെ തകർന്ന് അങ്ങനെ ഇരുന്നിട്ട് അത് എപ്പോഴും ചിന്തിക്കുന്ന അങ്ങനെയുള്ളവർക്കും ഈ സിനിമ ഓക്കെ ആയിരിക്കും. ഇനി ഞാൻ പറഞ്ഞ അതേ രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ട് ഇപ്പം അതൊക്കെ വിട്ടു ഒന്നുമില്ല എന്ന അവസ്ഥയിൽ പെട്ടെന്ന് ആ ഒരു ക്യാരക്ടർ, അതായത് താൻ പ്രണയിച്ചിരുന്ന ആ വ്യക്തി തൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്നവർ, അതായത് ഈ സിനിമയിലെ ആ ഓരോ ഫ്രെയിമും ഉണ്ടല്ലോ, അത് കണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു തവണയെങ്കിലും പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥ പ്രണയമാണെങ്കിൽ ആ പ്രണയത്തിൽ പിന്നീട് ആ കഥാപാത്രത്തെ, അതൊക്കെ പൊളിഞ്ഞതായിട്ട് ആ കഥാപാത്രത്തെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഓരോ സീനിലും നമുക്ക് തോന്നത്തക്ക രീതിയിലാണ് ഇതിലെ ആ പ്രണയത്തെ ഇവർ എടുത്തു വെച്ചിരിക്കുന്നത്. നല്ലൊരു ശ്രമം തന്നെയാണ് നടത്തിയിരിക്കുന്നത് കേട്ടോ. അതില്ലാന്ന് എനിക്ക് പറയാം. റോഷൻ മാത്യു ഒക്കെ ഒന്നും പറയാനില്ല, മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ചിരിക്കുന്നത്, അതേപോലെ റിയാലിറ്റി, ഞാൻ രാവണനല്ല അതേസമയം രാമനുമല്ല എന്ന രീതിയിൽ പുള്ളി ആ റിയാലിറ്റി പറയുന്നത് ഒക്കെ വളരെ നന്നായിരുന്നു. എന്നിട്ട് ഈ സിനിമയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ നെഗറ്റീവായി ഇവർ കൊണ്ടുപോയി വെച്ചിട്ട് ആ നെഗറ്റീവിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ കഥാപാത്രങ്ങൾക്ക് ഒരു കോട്ടം, അതായത് ഒരു അവസാനമാകുമ്പോഴേക്കും ഒരു നെഗറ്റീവ് വരാതെ, അതായത് നെഗറ്റീവായിട്ട് സാങ്കല്പിക രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമാകുമ്പോഴേക്കും നെഗറ്റീവായിട്ട് തന്നെ തീരാതെ പോസിറ്റീവായി എത്തിക്കാനുള്ള ശ്രമമാണ് ഈ കഥയിലൂടെ ഓരോ സീനിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ ഒരു പോസിറ്റീവ് ലെവലിൽ തന്നെ കൊണ്ടുപോയി വെക്കുന്നുമുണ്ട് അവസാനം. അതുകൊണ്ട് സിനിമ കുഴപ്പമൊന്നുമില്ല, റിയാലിറ്റി നന്നായിട്ടുണ്ട്, കഥാപാത്രങ്ങൾ നന്നായിട്ടുണ്ട്. സിനിമ ആ ഒരു കാര്യത്തിൽ, അതായത് ഒരു തവണയെങ്കിലും പ്രണയിച്ചവർ ഈ സിനിമ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെയാണ് തോന്നാൻ സാധ്യത. പക്ഷേ ഇങ്ങനത്തെ പ്രണയം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ജീവിതത്തിലേ ഇല്ലാത്തവർ, അതേപോലെ ഒരു ചിന്താശേഷി കുറഞ്ഞവർ, അവർക്കൊക്കെ ഈ സിനിമ കാണുമ്പോൾ ഒന്നും പറഞ്ഞിട്ട് പകുതിയിൽ എഴുന്നേറ്റ് പോകുക, അല്ലെങ്കിൽ ഭാഗത്തിൽ തന്നെ എഴുന്നേറ്റ് പോകാനേ തോന്നുള്ളൂ. അത് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് ഇത് പിടിക്കില്ല. പക്ഷേ പ്രണയിച്ചിരുന്നവർക്ക്, ഇപ്പോഴും പ്രണയിക്കുന്നവർക്ക്, അതേപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അങ്ങനെയൊക്കെ പ്രണയത്തിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമ മനസ്സിലാക്കാൻ സാധിക്കും. അത് ഉറപ്പാണ്. കാരണം എനിക്ക് ഈ സിനിമ എവിടെയും ലാഗ് തോന്നിയിട്ടില്ല, എവിടെയും ബോറടിച്ചിട്ടില്ല. ആ കഥാപാത്രങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അവസാനം കൊണ്ടുപോയിട്ട് ഈ സിനിമ അഡിയോസ് അമീഗോ ഉണ്ടല്ലോ, ആ സിനിമയുടെ ഒരു ലെവലിലും പോകുന്നുണ്ട്. ആ ഒരു യാത്ര, അതിൽ മറ്റേ ആസിഫ് അലിക്കും അതിലൊരു പ്രണയം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ രീതിയിലുള്ള കാര്യങ്ങളും
ഇതിലുണ്ട്. ഇത് തുടക്കം മുതലേ അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൽ പ്രണയം മാത്രമല്ല വേറെ കുറേ സംഭവങ്ങൾ വെച്ചതുകൊണ്ട് എല്ലാ തരക്കാർക്കും ഇഷ്ടപ്പെടും. അങ്ങനെയല്ല ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഇത് നെഗറ്റീവായിട്ടുള്ള ഒരു ലെവലിലുള്ള ഒരു പ്രണയത്തിൻ്റെ മുന്നിൽ കഥാനായകനും കഥാനായികയും നിൽക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഇതിലൊരു കഥാപാത്രത്തിന് ബോധം പോകുന്നുണ്ട്. ബോധം പോയിട്ട് മൂത്രം ഒഴിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മറ്റേ കഥാപാത്രം ഈ ബോധം പോയ കഥാപാത്രത്തെ വണ്ടിയിൽ നിന്ന് കൊണ്ടുപോയിട്ട് മൂത്രം ഒഴിപ്പിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. എങ്ങനെ മൂത്രം ഒഴിക്കും? ബോധമില്ലല്ലോ. എന്തായാലും ഡ്രസ്സ് അഴിക്കണം, അഴിച്ചേ മൂത്രം ഒഴിപ്പിക്കാൻ പറ്റുള്ളൂ. അവിടെയൊക്കെ മോശം ലെവലിൽ ഈ സിനിമയെ കൊണ്ടുപോകാതെ യഥാർത്ഥ പ്രണയത്തെ വെച്ചിട്ടുണ്ട് അവർ. അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഡ്രസ്സൊന്നും അഴിക്കാതെ മൂത്രം ഒഴിക്കുകയാണെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ നിന്നേ മൂത്രം ഒഴിക്കാമല്ലോ. അപ്പോൾ അത് അങ്ങനത്തെ സീനുകളൊന്നും ഇതിൽ കാണിക്കുന്നില്ലെങ്കിലും നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. അവിടെ പോയി ഡ്രസ്സ് അഴിച്ച് തന്നെ മൂത്രം ഒഴിച്ചിട്ടുണ്ടാവും, എന്നിട്ട് ഡ്രസ്സ് ഇട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടാവും എന്നൊക്കെ. പക്ഷേ അവസാനമാകുമ്പോഴേക്കും ആ ഒരു യഥാർത്ഥ പ്രണയം കൊണ്ട് തന്നെ അവിടെ അങ്ങനെ ഒരു സീന് വെച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വിശാഖ് ശക്തിക്കും അതേപോലെ പ്രശാന്ത് വിജയ് ഡയറക്ടർക്കും സാധിച്ചിട്ടുണ്ട്. ഇതിലെ കഥാപാത്രങ്ങളും മനോഹരമാക്കിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, എല്ലാവർക്കും ഒന്നും ഈ സിനിമ ഇഷ്ടപ്പെടില്ല. ഫാമിലി ആയിട്ട് പോകാൻ ഞാൻ ഒരിക്കലും പറയുകയുമില്ല. കാരണം അങ്ങനത്തെ സിനിമയല്ല. പക്ഷേ റിയാലിറ്റി ഇതിൽ ഉണ്ട്.